എൻ്റെ പൊന്നോ. ഇല്ല, ബോട്ടുമായിട്ട് സംബന്ധിച്ച് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ മറീനയിൽ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോട്ട് വെള്ളത്തിൽ നിന്ന് പൊക്കി മേളിൽ അവരുടെ യാർഡിൽ വെച്ചിട്ട് ബോട്ടിൻ്റെ അടിവശം വാഷ് ചെയ്ത് പെയിൻറ് ചെയ്ത് എൻജിൻ സർവീസ് ചെയ്ത് ഈ അനോഡ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ മാറ്റി നമ്മൾ തിരിച്ച് വെള്ളത്തിൽ ഇറക്കുന്ന വമ്പൻ പരിപാടിയായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇങ്ങനത്തെ വലിയ ഹോയിസ്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ബോട്ട് പോക്കുന്നത്. നമ്മുടെ ചെറിയ ബോട്ടാണ് കമ്പയറിങ് ടു വലിയ 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 ബോട്ടുകളും ഈ ഹോയിസ്റ്റ് വെച്ചിട്ട് പൊക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് ഇത് ഇവർ പൊക്കി ഇങ്ങനെ ഇവരുടെ തന്നെ ഏരിയ ഉണ്ട്, അവിടെ കൊണ്ട് നിർത്തിയിട്ട് കണ്ടില്ലേ, ഇങ്ങനെ വെച്ചിട്ട് ഇവർ സ്പ്രേയും കൊണ്ട് വെള്ളം അടിച്ച് കഴുകും. ഇതിൻ്റെ അടിവശം ഞാൻ കണ്ടിട്ട് സാധാരണ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം എന്ത് ചെറിയും അത് ഇത് കോറൽ പോലത്തെ ഉള്ള ഒരു സാധനമൊക്കെ പിടിച്ചിട്ട് ഇത് ഒത്തിരി നമ്മൾ വെള്ളത്തിൽ നിന്ന് പൊക്കാതെ വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഡാമേജ് ആകും ഇതിൻ്റെ അടിയിൽ. അതുപോലെ ഈ ബാണിക്കളൊക്കെ കയറിയിട്ട് സ്റ്റക്കായിട്ടേ ഇതെല്ലാം കഴുകി കളഞ്ഞ് ഇങ്ങനെയാണ് ബോട്ട് കരയ്ക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ട്രെയിലർ ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് ബോട്ട് വെക്കുന്നത്. ഇങ്ങനെ തടി കൊണ്ടുള്ള കട്ടകളൊക്കെ വെച്ചിട്ട് കറക്റ്റ് ലെവലാക്കി ഈ ഹോയിസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ട് താത്തി ഇതിലോട്ട് വെക്കും. എന്നിട്ട് അടിയിൽ നിന്ന് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ യൂന്ന് പോലത്തെ കൊടുത്തിട്ട് അപ്പം ബോട്ട് കാറ്റൊക്കെ പിടിച്ചാൽ മറിഞ്ഞു പോകത്തില്ല. എന്നിട്ട് ഇവിടെ വെച്ചിട്ടാണ് അടിവശം മുഴുവൻ പെയിൻ്റൊക്കെ ചെയ്ത് ശരിയാക്കുന്നത്. സർവീസൊക്കെ എഞ്ചിനൊക്കെ സർവീസ് ചെയ്ത് ഇവിടെയൊക്കെ ശരിയാക്കുന്നത്. ഒരാഴ്ചക്ക് ശേഷം നമ്മുടെ ബോട്ട് ഇതാണ്ടേ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അടിവശം എല്ലാം പെയിൻറ് ചെയ്ത് എഞ്ചിനെല്ലാം സർവീസ് ചെയ്ത് ഇന്ന് നമ്മൾ തിരിച്ച് വെള്ളത്തിലിടുവാണ്. അപ്പം നമ്മൾ വെള്ളത്തിൽ നിന്ന് പൊക്കിയാൽ തന്നെ ഇവർ ഇത് ഇങ്ങനെ പൊക്കി ഹോയിസ്റ്റെ പൊക്കി വെള്ളത്തിൽ കൊണ്ടുപോയി താത്തി നമ്മുടെ ബർത്തിൽ കൊണ്ടുപോയി വെക്കും. ഇതേപോലെ ഇനിയിപ്പോൾ നിങ്ങൾ വെള്ളത്തിൽ താത്തി ഇത് വെക്കുന്നത് കണ്ടോ.